ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പീഡാനുഭവങ്ങളുടെ സ്മരണയിലൂടെ കടന്നു പോകുന്ന ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ അനന്ത സ്നേഹവും ശക്തിയും നമ്മളിലേക്ക് ഒഴുകി കൂടുതൽ ശുദ്ധീകരിക്കപ്പെടുവാനും ശക്തീകരിക്കപ്പെടുവാനും കുരിശിൻ്റെ ചുവട്ടിൽ അവനോടൊപ്പമായിരുന്ന പരിശുദ്ധ അമ്മയോടും അവനെ സ്നേഹിച്ച മറ്റ് വ്യക്തികളോടും എല്ലാവരോടും ചേർന്ന് അവനെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ നമുക്കും തയ്യാറാകാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കുരിശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും അത് രക്ഷയിലേക്ക് ചരിക്കുന്നവർക്ക് ദൈവശക്തിയുമാണ്. ആ വചനത്തിൻ്റെ അത്ഭുത ശക്തി നമ്മുടെ ആത്മാവിലും സന്ധിബന്ധങ്ങളിലെല്ലാം തുളച്ചു കയറട്ടെ. ഓരോ കോശങ്ങളിലും ദൈവവചനത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സും ദൈവത്തിൻ്റെ മനസ്സും ഈ ധ്യാനാവസരങ്ങളിലൂടെ ഒന്നായി മാറുവാൻ, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നമുക്ക് ആയുധമായി തീരുവാൻ വചനത്താൽ ശക്തി പ്രാപിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വചനം ഇരുവായത്തലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് ആത്മാവിലും സന്ധിബന്ധങ്ങളിലും എല്ലാം തുളച്ചു കയറുന്നു. ഹൃദയത്തിൻ്റെ ചിന്തകളെയും ഭാവനകളെയും എല്ലാം വിവേചിക്കുന്നതാണ്. ദൈവവചനം നമ്മളെ സുഖപ്പെടുത്തുന്നു, ശുദ്ധീകരിക്കുന്നു. വചനം ഔഷധമാണ്. അത് നമ്മുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുന്നു. വചനം നമ്മളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റുന്നു. വചനം നമ്മളെ സമാധാനത്തിലേക്ക് നയിക്കുന്നു. ഈ ലോകത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കുന്നു. പാപത്തിൻ്റെ കറകൾ കഴുകി നമ്മളെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിൻ്റെ മക്കളാക്കി നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. നിത്യജീവനിലേക്ക് ദൈവത്തിൻ്റെ വചനം നമ്മളെ നയിക്കുന്നു. ആ വചനത്തിൻ്റെ ശക്തിയാൽ നിറയുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ സ്നേഹാഗ്നി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ക്രൂസിൽ ഞങ്ങൾക്ക് വേണ്ടി തന്നെ ബലിയായി അർപ്പിച്ച കർത്താവേ, ഈ ബലിയർപ്പണത്തിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന നന്മകൾ സ്വന്തമാക്കുവാൻ
ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളെ, ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ പ്രവർത്തന മേഖലകളെയും എല്ലാം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഉത്കണ്ഠകൾ, ഭയങ്ങൾ, എല്ലാ ഭാരങ്ങൾ, പ്രയാസങ്ങളും ഇവിടെ ഏറ്റെടുക്കണമേ. ഏകാഗ്രതയോടെ ദൈവവചനം കേൾക്കുവാനും സ്വീകരിക്കുവാനും പരിശുദ്ധാത്മാവിനാൽ അത് ഹൃദയഭിത്തികളിൽ എഴുതി ചേർക്കപ്പെട്ട് നിത്യമായി ഫലം പുറപ്പെടുവിക്കുവാനും തക്കവണ്ണം അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന വ്യർത്ഥ ചിന്താഗതികൾ, ഈ ലോകത്തിൻ്റെ എല്ലാ മലിനതകളും മാധ്യമ സ്വാധീനങ്ങളും കർത്താവേ അവിടെ നിർത്തു മാറ്റണമേ. പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന്, ദുഷ്ടമനുഷ്യരുടെ വഞ്ചനാപരമായ ഇടപെടലുകളിൽ നിന്ന്, സംസർഗങ്ങളിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്നും ഞങ്ങളെ അകറ്റുന്ന സകലത്തിൽ നിന്നും അവിടെ ഞങ്ങളെ സംരക്ഷിക്കണമേ. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ഈ പീഡാസഹനങ്ങളോട് പൂർണ്ണമായി ഐക്യപ്പെടുവാൻ, അതിലൂടെ ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തിയിലേക്ക് അടുക്കുവാൻ, അതിനെ ധരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധ അമ്മയോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് ആ കുരിശിനോട് ചേർന്ന് നിന്ന് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടെ നൽകുന്ന എല്ലാ നന്മകളെയും ദാനങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ 1-ാമത്തെ വചനത്തിൽ കുരിശിൻ്റെ വചനം അത് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് ഭോഷത്തരമാണ്, എന്നാൽ രക്ഷയിലേക്ക് ചരിക്കുന്നവർക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. വചനം ആത്മാർത്ഥമായി സ്വീകരിക്കുന്നവർക്ക് ശക്തിയായി മാറും. ഈ വാക്കുകൾ കൊണ്ട് അവർ ജീവിക്കും. ഈ വാക്കുകൾ കൊണ്ട് അവർ ദൈവത്തിൻ്റെ മക്കളായി മാറും. ഈ വാക്കുകളിലൂടെ, അതിൻ്റെ സ്വീകരണത്തിലൂടെ ഒരുപാട് ദൈവാനുഭവങ്ങൾ, അതായത് മനുഷ്യബുദ്ധിക്ക് അജ്ഞാതമായ ആത്മീയ രഹസ്യങ്ങൾ തിരിച്ചറിയുവാൻ ഇടയാക്കി തീർക്കും. അതുകൊണ്ട് ഈ കുരിശിൻ്റെ വചനം എല്ലാവർക്കും സ്വീകരിക്കാനായിട്ട് പറ്റുകയില്ല. രക്ഷയെക്കുറിച്ച് ആഗ്രഹിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ശക്തിയായിട്ട് മാറും. യേശുക്രിസ്തുവിനെ കുരിശിലേക്ക് നയിച്ചത് അവിടുത്തെ സ്നേഹമാണ്. മനുഷ്യരോടുള്ള സ്നേഹം, മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ശിക്ഷ സ്വയം ഏറ്റുവാങ്ങുവാൻ കർത്താവിനെ പ്രേരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ കുരിശ് സ്നേഹത്തിൻ്റെ പ്രതീകമാണ്, സഹനത്തിൻ്റെ പ്രതീകമാണ്, ക്ഷമയുടെ പ്രതീകമാണ്, രക്ഷയുടെ അടയാളമാണ്. കർത്താവ് ക്രൂശിൽ സ്നേഹത്തിൻ്റെ മൂർധന്യത്തിൽ തന്നെ ബലിയർപ്പിച്ചതുകൊണ്ട് അന്ന് വരെ നിന്ദിതമായിരുന്ന കുരിശ് പിന്നീട് ആദരിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. ആ കുരിശിൽ നിന്ന് ശക്തി ഒഴുകി. യഹൂദന്മാര് എവിടെയോ വലിച്ചെറിഞ്ഞ ആ കുരിശ് പിന്നീട് കണ്ടെടുക്കുകയും ശക്തിയുടെ വേർതിരിവ് നിമിത്തം അതോടൊപ്പം തന്നെ മറ്റു 2 കുരിശുകൾ ഉണ്ടായിരുന്നിട്ടും യേശുക്രിസ്തുവിൻ്റെ കുരിശ് തിരിച്ചറിയുവാൻ ഇടയായിത്തീർന്നു. ആ കുരിശിൽ നിന്ന് ശക്തി ഒഴുകി. രോഗികൾ സുഖം പ്രാപിച്ചു, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. അന്നു മുതൽ ആ കുരിശ് ആദരിക്കപ്പെടുവാൻ തുടങ്ങി. ക്രിസ്ത്യാനികളുടെ രക്ഷയുടെ അടയാളമായി അത് ആദരിക്കപ്പെടുവാൻ തുടങ്ങി. പലപ്പോഴും ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. യേശു ക്രിസ്തു കട്ടിലേ കിടന്ന് മരിച്ചിരുന്നെങ്കിൽ ഇവർ കട്ടിലെടുത്ത് കഴുത്തെ കെട്ടി തൂക്കി നടക്കുമായിരുന്നു എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. എന്നാൽ ഈ കുരിശിനെ പറ്റി പഴയ നിയമ കാലഘട്ടം തൊട്ടേ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്.
ഇത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല. അവൻ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ കുരിശാകൃതിയിൽ ഓദം സോയിൽ നിന്ന് മണ്ണെടുത്ത് സൃഷ്ടിച്ചു വന്ന പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. കുരിശിനെ ദൃഷ്ടാന്തപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ പഴയ നിയമത്തിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി സ്വീകരിച്ചത് സ്വാഭാവികമായ മരണമല്ല, മറിച്ച് നിന്ദ്യമായ കുരിശുമരണമാണ്. സാധാരണ കട്ടിലെ കിടന്ന് മരിക്കുന്നതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് നിന്ദ്യമായ ഒരു മരണം സ്വീകരിക്കുവാൻ തക്കവണ്ണം അവൻ്റെ സ്നേഹം അവനെ നിർബന്ധിച്ചു. അതിൽ നിന്ന് പിന്മാറിയില്ല. അവനതിൽ നിന്ന് പിന്മാറാമായിരുന്നെങ്കിലും തനിക്ക് ലഭ്യമായിരിക്കുന്ന ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഓടിമറയാമായിരുന്നെങ്കിലും, ശത്രുക്കളെ നിശേഷം ഒറ്റ നോട്ടം കൊണ്ട് ഇല്ലാതാക്കാമായിരുന്നെങ്കിലും അവനത് ചെയ്യാതിരുന്നത്, ആ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചത് എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹം കൊണ്ടാണെന്ന് തിരിച്ചറിയണം. ആ സ്നേഹത്തിൻ്റെ ആഴം അവനെ കുരിശിലേക്ക് നയിച്ചതുകൊണ്ട് അവനെ സ്നേഹിക്കുന്നവർക്ക് അവൻ ജീവൻ ബലിയർപ്പിച്ച ആ കുരിശിനോട് ആദരവ് തോന്നും. അതിനപ്പുറത്തേക്ക് അതിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ശക്തി പലപ്പോഴും ആത്മീയ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ കാണപ്പെടുന്ന കാര്യങ്ങളെക്കാൾ ഉപരി കാണപ്പെടാത്ത കാര്യങ്ങളിലുള്ള വിശ്വാസമാണ് നമ്മളെ ജീവനിലേക്ക് നയിക്കുന്നത്. അതായത് കാണപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ കണ്ണുകൾ കൊണ്ട് കണ്ടു ബോധ്യപ്പെടുന്ന അടിസ്ഥാനത്തിൽ മാത്രം ആത്മീയ കാര്യങ്ങളെ വിവേചിച്ചാൽ അതിനപ്പുറത്തേക്കുള്ള ഒരു യാഥാർത്ഥ്യങ്ങളെയും വിശ്വാസക്കണ്ണാൽ അംഗീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിന് എന്ത് പ്രസക്തി? ഉദാഹരണമായിട്ട് വിശുദ്ധ കുർബാനയിലേക്ക് നാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പവും വീഞ്ഞും മാത്രം. എന്നാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതനുസരിച്ച് അതിനൊരർത്ഥം കൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് ക്രിസ്തുവിൻ്റെ ശരീരമെന്നോ ആ വീഞ്ഞ് ക്രിസ്തുവിൻ്റെ രക്തമെന്നോ അംഗീകരിക്കാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായി പറന്നിറങ്ങുന്ന ദൈവശക്തിയെ അവൻ അംഗീകരിക്കുന്നു. ഇനി അംഗീകരിക്കുന്നവന് ഇതൊക്കെ അനുഭവ തലത്തിലൂടെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. പലപ്പോഴും ആത്മീയ ശുശ്രൂഷകളെ ഈ തരത്തിലുള്ള കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തുമ്പോൾ പലതും പാഴ്വേലയാണെന്ന് തോന്നുന്നു. കുരിശ് ധരിക്കുന്നത് കാണുമ്പോൾ ഇതും കെട്ടിത്തൂക്കി നടന്നിട്ട് എന്താ കാര്യമെന്ന് അങ്ങനെ ചിന്തിക്കുന്നവർ ചിന്തിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യും. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുമ്പം ഇതിപ്പോഴും അപ്പവും വീഞ്ഞും തന്നെയല്ലേ, ഇതിൻ്റെ അകത്ത് എന്ത് കാര്യം ഇരിക്കുന്നു? അടുത്ത നാളിൽ ഒരാൾ ചോദിച്ചതാണ്, ഈ 5 രൂപ കൊടുത്ത് കുർബാന ചൊല്ലിച്ചിട്ട് വേണോ എൻ്റെ വേണ്ടപ്പെട്ടവർ രക്ഷപ്പെടാൻ, ആത്മാക്കൾ രക്ഷപ്പെടാൻ? സത്യത്തിൽ എന്തിനാണ് ഈ 5 രൂപ വാങ്ങിക്കുന്നത്? അവൻ ഈ ബലിയർപ്പണത്തിൽ ഒരു ഭാഗഭാഗിത്വം ഉണ്ടാകുവാൻ വേണ്ടി മാത്രം. 5 രൂപ കൊടുത്താലും കൊടുത്തില്ലേലും കയ്യൊപ്പുള്ള പുരോഹിതൻ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വരും. അതവിടുത്തെ വാഗ്ദാനമാണ്. അത് ഈ കൊടുക്കുന്നവർ 5 കൊടുത്താലും കൊടുത്തില്ലേലും ഇറങ്ങി വരുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് ബുദ്ധിതലത്തിൽ ചിന്തിക്കുമ്പോൾ ആത്മീയ ശുശ്രൂഷകളെ എല്ലാം പലപ്പോഴും വളരെ നിശിതമായി വിമർശിക്കാനായിട്ട് സാധിക്കും. ഇതിനെല്ലാം ഉടനടി ഈ കണ്ണുകൾ കൊണ്ട് കാണപ്പെടാത്ത ആത്മീയ സത്യങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് മാത്രം അത്ര കൃത്യമായിട്ട് അത് മനസ്സിലാകുകയില്ല. അതിനപ്പുറത്തേക്ക് ഈ വചനത്തിൻ്റെ ശക്തി അനുഭവ തലങ്ങളിലൂടെ വെളിപ്പെടണം. കൂദാശകളിലൂടെ ഒഴുകുന്ന ശക്തി അനുഭവ തലങ്ങളിലൂടെ വെളിപ്പെടണം. അതിനെക്കുറിച്ചാണ് അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം അതിൻ്റെ 28 തൊട്ടുള്ള വചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയുകയാണോ, ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു.
അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. ശരിക്കും അനുഭവത്തിലൂടെ വചനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞവർ, കുരിശിൻ്റെ വചനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞവർ അതിനെ ചേർത്ത് പിടിക്കും, അംഗീകരിക്കാൻ തയ്യാറാകും. അനുഭവത്തിലൂടെ സഭയിൽ നടക്കുന്ന ഓരോ ശുശ്രൂഷകളുടെയും ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞവർ ഒരിക്കലും അതിനെ ചോദ്യം ചെയ്യുകയില്ല. അതുകൊണ്ട് ദൈവം അനുഭവ തലങ്ങളിലൂടെ നമ്മളുടെ വിശ്വാസം വർദ്ധിക്കുവാനായിട്ട്, നമ്മൾ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ മേന്മ ഭാവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ശരിക്കും അനുഭവതലങ്ങളിലൂടെ വിശ്വാസം വർദ്ധിച്ചവർ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ ആദരിക്കുന്നു, അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു, അതിൽ നിന്നൊഴുകുന്ന ശക്തിയെ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് പൗലോസ്ലീഹ ഇപ്രകാരം പറഞ്ഞത്, ഞാൻ വാഗ്വിലാസത്താലോ വിജ്ഞാനത്താലോ അല്ല പ്രസംഗിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശ് വ്യർത്ഥമാകുമായിരുന്നു. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 17-ാമത്തെ വചനത്തിലും അവിടെ പ്രാണമാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ, എന്തെന്നാൽ ക്രിസ്തു എന്നെ അയച്ചത് സ്നാനം നൽകുവാനല്ല, സുവിശേഷം പ്രസംഗിക്കാനാണ്. എന്നാൽ വാഗ്വിലാസത്തോടെയല്ല ആയിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശ് വ്യർത്ഥമാകുമായിരുന്നു. വീണ്ടും 2-ാം അധ്യായം 4-5 വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു. അപ്പോൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം വചനത്തിൽ നിന്നൊഴുകുന്ന, കൂദാശകളിൽ നിന്നൊഴുകുന്ന ദൈവശക്തിയായി മാറിയാൽ ആ വ്യക്തിക്ക് സ്ഥിരതയോടെ അതിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കും. ഒരുപാട് സംശയങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് മാറും. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ചോദിക്കും, എന്തിനാണ് ഈ കുരിശിനെ ഇങ്ങനെ ഇത്രമാത്രം ബഹുമാനിക്കുന്നത്? ദുഃഖവെള്ളിയാഴ്ച ശ്ലീബാവന്ദനവിൻ്റെ ശുശ്രൂഷ നടത്തുമ്പം വ്യാജ പ്രബോധനങ്ങൾ കേട്ടിട്ടുള്ളവരുടെ മനസ്സിലൂടെ കടന്നുപോകും. ഇതാവശ്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ പ്രത്യേകിച്ച് ഈ കുരിശ് ധരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിലൂടെ തന്നെ ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. പൈശാചിക ശക്തികളെ ആരാധിക്കുന്നവരുടെ അടുത്തു പോവുകയോ ആ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അടിമത്തത്തിൽ വീണുപോയിരിക്കുന്ന വ്യക്തികളെ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോഴൊക്കെ ഇത് കഴുത്തേ കിടക്കുന്നതിൻ്റെ ആ ഒരു സുരക്ഷ ഒരിക്കൽ അബദ്ധത്തിൽ പറ്റിയതല്ല, പല പ്രാവശ്യം അത് മനസ്സിലാക്കുവാനായിട്ട് ദൈവം ഇടയാക്കി തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരുടെ അവർ ബോധത്തോടെയല്ല, അവരിലൂടെ ആ തിന്മയുടെ ശക്തികൾ അവരെ ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു പുരോഹിതൻ ആശീർവദിച്ച വസ്തുക്കളുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര പരവേശം തോന്നും. വെള്ളം കുടിക്കാനായിട്ട് ആവശ്യപ്പെടും. അങ്ങനെ വെള്ളം കുടിക്കാൻ ചോദിക്കുമ്പോൾ മദ്ബായിൽ കയറി അല്പം വെള്ളമെടുത്ത് അതിൻ്റെ മുകളിൽ
കുരിശ് വരച്ച് ആശീർവദിച്ച്, അവർ കാണാതെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് എന്നാ കുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ മിക്കപ്പോഴും പലരുടെ മറുപടി ഇങ്ങനെയാണ്: ഇത് നിൻ്റെ യജമാനന് കൊണ്ട് കൊടുക്ക്, ഞാൻ പച്ചവെള്ളമാണ് ചോദിച്ചത്. കുടിക്കാനെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് ഗ്ലാസ്സോടെ എടുത്ത് എറിഞ്ഞവരുണ്ട്. നിന്നോട് ഞാൻ പച്ചവെള്ളം ചോദിച്ചു, നീ എനിക്കെന്തിനാണ് യേശുവിൻ്റെ രക്തം കൊണ്ട തരുന്നത്? നിന്നോട് ഞാൻ രക്തമല്ല ചോദിച്ചത്, നിന്നോട് ഞാൻ പച്ചവെള്ളം ദാഹിച്ചിട്ട് ചോദിച്ചതാണ്, കൊണ്ടുവരാൻ പറയും. എങ്ങനെയാണ് ഇവർക്കിത് മനസ്സിലാകുന്നത്? പുരോഹിതൻ ആശീർവദിച്ച ഒരു വസ്തുവിൽ നിന്ന് പുറപ്പെടുന്ന ദൈവിക ചൈതന്യം, ശക്തി ഇങ്ങനെയുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. സാത്താനെ ആരാധിക്കുന്നവർ പുരോഹിതൻ ആശീർവദിച്ച വസ്തുക്കളൊന്നും തന്നെ അവരുടെ സമീപം വയ്ക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഈ കണ്ണുകൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കാണപ്പെടുന്നതിലല്ല, കാണപ്പെടാത്തതിലുള്ള ആ ബോധ്യമാണ് ഒരുവനെ യഥാർത്ഥത്തിൽ വിശ്വാസിയാക്കി മാറ്റുന്നത്. കാണപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലുറച്ച് വിശ്വസിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നിത്യജീവൻ്റെ അവകാശികളായി മാറും. ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചു, ഈ കുരിശിനെ പറ്റി പഴയ നിയമത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ കുരിശാകൃതി സൃഷ്ടിച്ചു. പലപ്പോഴും ഇതിനെ ദൃഷ്ടാന്തപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ മനുഷ്യനെ വലിയ പ്രതികൂലതയിൽ നിന്ന് സംരക്ഷിക്കുവാനായിട്ട് കാരണമായി തീർന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇതാ ലോത്തിനോടൊപ്പം അബ്രഹാം ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ഇറങ്ങിത്തിരിച്ച ചെന്നെത്തിയ ആ ദേശത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ലോത്ത് അബ്രഹാത്തിൽ നിന്ന് വേർപെട്ടു. 13-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ ഇത് അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ നിൽക്കുന്ന സ്ഥലത്ത്, അതായത് ആ സ്ഥലം തരിശു ഭൂമിയാണ്. നല്ല സമതലം കണ്ട്, ജോർദാൻ സമതലം കണ്ട് ബലഭൂയിഷ്ടമെന്ന് കരുതി അത് മനസ്സിലാക്കി ലോത്ത് അത് തിരഞ്ഞെടുത്തപ്പോൾ അബ്രഹാം നിന്ന സ്ഥലം ബലഭൂയിഷ്ടമായ സ്ഥലമല്ലായിരുന്നു. ഉടനെ അബ്രഹാത്തോട് ദൈവം മറുപടി ചെയ്യുകയാണ്, നീ നിൽക്കുന്ന സ്ഥലത്ത് നടുകയും കുറുകയും നടക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കുരിശ് നടന്നു വരയ്ക്കുക എന്നാണ് പറഞ്ഞത്. അപ്രകാരം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ സ്ഥലം ബലഭൂയിഷ്ടമായി തീർന്നു. അബ്രഹാമിന് ലഭിച്ച വാഗ്ദാനം അനുസരിച്ചാണ് ഇതാ ഇസ്ഹാക്ക് പോയി ഇതുപോലുള്ള സ്ഥലത്ത് കൃഷി ചെയ്തിട്ടും 100 മേനി ഫലം നേടിയെടുക്കുവാനായിട്ട് സാധിച്ചത്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപാകടാക്ഷമില്ലാത്തവൻ ഇപ്പോൾ ഏറ്റവും ഫലഭൂയിഷ്ടമായ സ്ഥലത്ത് പോയി കൃഷി ഇറക്കിയാലും അതൊന്നും ഉദ്ദേശിച്ച രീതിയിൽ ഫലം നൽകാതെ പോകുമ്പോൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ കാലുകുത്തുന്ന മണ്ണ് അനുഗ്രഹിക്കപ്പെടും. ആ സ്ഥലത്ത് അവൻ കൃഷി ഇറക്കിയാൽ, അവൻ മരുഭൂമിയിൽ പോയി കൃഷി ഇറക്കിയാലും അവിടെ 100 മേനി ഫലം കൊയ്യാനായിട്ട് അവനെ കൊണ്ട് സാധിക്കും. ദൈവത്തിൻ്റെ കൃപാകടാക്ഷം ലഭിച്ചവൻ ചെറിയ ഒരു ബിസിനസ്സാണ് ചെയ്യുന്നെങ്കിലും അവൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്. അവനതുകൊണ്ട് സമാധാനമായിട്ട് ജീവിക്കും. അല്ലാത്തവന് എത്ര വലിയ ബിസിനസ് ചെയ്താലും അവന് സ്വസ്ഥതയില്ല. എത്ര വരുമാനമുണ്ടെങ്കിലും അവന് സമാധാനമില്ല. അതുകൊണ്ട് ദൈവാനുഗ്രഹം നേടുവാനായിട്ട് അദൃശ്യമായ കാര്യങ്ങളിൽ, വചനം വാഗ്ദാനം ചെയ്യുന്ന സത്യങ്ങളിൽ വിശ്വസിച്ച് മുന്നേറുന്നവരായി നാം മാറണം. വീണ്ടും കുരിശിനെ ദൃഷ്ടാന്തപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്.
മറ്റൊന്നാണ് വേദപുസ്തകത്തിൽ നാം പഠിക്കുന്ന ശ്രേഷ്ഠമായ ബലിയർപ്പണങ്ങൾ. അതിൽ ഈ നാളുകളിൽ നാം ധ്യാനിക്കുന്ന ബലിയർപ്പണങ്ങളാണ്. പ്രത്യേകിച്ച് അബ്രഹാമിൻ്റെ ആ ബലിയർപ്പണത്തെക്കുറിച്ച്, തൻ്റെ ഏകജാതനായ മകൻ ഇസഹാക്കിനെ യാതൊരു മടിയും കൂടാതെ ദൈവകൽപ്പന അനുസരിച്ച് ബലിയർപ്പിക്കുന്ന ആ ഒരു സംഭവത്തെക്കുറിച്ച്, വചനഭാവത്തെക്കുറിച്ച് വളരെ ആഴമായ ധ്യാനങ്ങൾ ഈ ദിവസങ്ങളിലുണ്ട്. അപ്പോൾ അവിടെ ചെയ്യുന്നൊരു കാര്യം ഇതാണ്: അബ്രഹാം മകനെയും കൊണ്ടുപോകുന്നു, ബലിയർപ്പണത്തിനുള്ള വിറകുമായിട്ട് അബ്രഹാം മോറിയ മലയിലേക്ക് നടന്നു നീങ്ങുന്നു. അവിടെ വിറകടുക്കിയിട്ട് മകനെ അതിന്മേൽ കിടത്തി കൈകാൽ ബന്ധിക്കുന്നു. സത്യത്തിൽ ഈ വിറക് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട കുരിശിനെയാണ് സൂചിപ്പിക്കുന്നത്. ബലിയർപ്പണം നടന്നിടത്തൊക്കെ വിറകിൻ്റെ സാന്നിധ്യമുണ്ട്. മറ്റൊരു വലിയ ബലിയാണ് ഏലിയ പ്രവാചകൻ അർപ്പിച്ച ആ ഒരു ബലി. ബാലിൻ്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് ആരാണ് സത്യദൈവമെന്ന് വെളിപ്പെടട്ടെ, സത്യദൈവം ബലിയർപ്പണത്തിന് ഉത്തരം നൽകും, അഗ്നി ഇറക്കി ബലിവസ്തുവിനെ ദഹിപ്പിക്കുന്ന ദൈവമാണ് സത്യദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഏലിയ പ്രവാചകൻ അർപ്പിച്ച ബലി 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ അവിടെ 12 ഗോത്രപിതാക്കന്മാരുടെ ആ സംഖ്യ അനുസരിച്ച് അവരുടെ നാമത്തെ പ്രതി 12 കല്ലുകളെടുത്ത് ബലിപീഠമുണ്ടാക്കി അതിന്മേൽ വിറകടുക്കി. ഇത് ക്രൂശിനെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു സാഹചര്യത്തിൽ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം കടന്നു പോകുമ്പോൾ പല ഘട്ടങ്ങളിലും പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. ജനം മോശയോട് പിറുപിറുക്കുന്നു, കലഹങ്ങൾ ഉണ്ടാക്കുന്നു, അങ്ങനെ മഹാമാരി ബാധിക്കുന്നു. ജനത്തിൻ്റെ പാപാവസ്ഥ നിമിത്തം മഹാമാരി ബാധിച്ചു കഴിഞ്ഞപ്പോൾ അതിന് പരിഹാരമെന്നോണം ദൈവം കൽപ്പിച്ച കാര്യമാണ്. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. വടിയിൽ ഉയർത്തി നിർത്തിയ പിച്ചള സർപ്പം മരത്തിൽ തൂക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ദൃഷ്ടാന്തപ്പെടുത്തുന്നു. അതിലേക്ക് നോക്കിയവർ രക്ഷ പ്രാപിച്ചു. അതുകൊണ്ട് ഈ അടയാളങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. അടയാളങ്ങൾക്ക് നമ്മളെ ചില പ്രത്യേക ദിശയിലേക്ക് തിരിച്ചുവിടാനായിട്ട് സാധിക്കും. ചില അടയാളങ്ങൾക്ക് നമ്മളെ രക്ഷിക്കാനായിട്ട് പറ്റും. എന്നാൽ ഒരാളെ നശിപ്പിക്കത്തക്ക വിധം അയാളുടെ മേൽ ഒരടയാളവും വെക്കാനായിട്ട് സാധിക്കും. അടയാളങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ലെന്ന് പറയാൻ പറ്റുകയില്ല. സിംബൽസിന് ഒരു പ്രയോജനവും ഇല്ലെന്ന് പറയാനായിട്ട് പറ്റുകയില്ല. പ്രയോജനമുള്ളതാണ്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ കുരിശിനെ ആദരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കുരിശ് ഒരു പ്രത്യേക ആശയത്തിൻ്റെ പ്രതീകമായതുകൊണ്ട് കുരിശിനെ ഉൾക്കൊള്ളുന്നവർ ക്രിസ്തുവിൻ്റെ മനോഭാവത്തെയാണ് ഉൾക്കൊള്ളുന്നത്. കുരിശിനെ ഉൾക്കൊള്ളുന്നവർ ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്നു. ക്രിസ്തുവിൻ്റെ ബലിയർപ്പണ മനോഭാവത്തെ ഉൾക്കൊള്ളുന്നവർ ആ സഹനത്തെയും ആ സ്നേഹത്തെയും ആ ക്ഷമയെയും ആ അനുസരണത്തെയും ആ സമർപ്പണത്തെയും എല്ലാം ഉൾക്കൊള്ളുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊക്കെ പൈശാചിക ശക്തികൾക്കേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അനുസരണക്കേടിൻ്റെ, ക്ഷമിക്കാൻ കഴിയാത്തതിൻ്റെ, അതുപോലെ തന്നെ എതിർചിന്തയുടെ,
വൈരാഗ്യത്തിൻ്റെ, ജഡീകാസക്തിയുടെ, അന്യദൈവ ആരാധനയുടെ, സത്യത്തെ തിരസ്കരിക്കലിൻ്റെ ആ അടിമത്തത്തിൽ, ആ ശക്തിയുടെ നിയന്ത്രണത്തിലായിപ്പോയവർ കുരിശിനെ കാണുമ്പോൾ, ഈ കുരിശെന്ന അടയാളം കാണുമ്പോൾ അവര് ഏറെ പ്രയാസപ്പെടുന്നത്. ഒരിക്കൽ ഒരാളെ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ആ വ്യക്തി വയലൻ്റായിട്ട്, ഒരു പെങ്കൊച്ചാണ്, എൻ്റെ നേരെ അലറിക്കൊണ്ട് എൻ്റെ പെടലിക്ക് പിടിക്കാൻ വന്നു. അന്നേരം ഒന്നുമില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ ഈ കുരിശ് പൊക്കി പിടിച്ചേച്ച് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ നിന്ന് പറഞ്ഞുകൊണ്ടൊന്ന് വരച്ചു. അപ്പം അതിൻ്റെ തലക്കിട്ടാരണ്ടൊന്ന് കൊട്ടിയതുപോലെ അത് തല ഇങ്ങനെ കുടഞ്ഞേച്ച് പുറകോട്ട് മാറിപ്പോയി. അന്നേരം എനിക്ക് കൂടുതൽ ശക്തിയായിട്ട് ബോധ്യപ്പെട്ടത് കഴുത്തിലിടുന്നതുകൊണ്ട് നല്ല പ്രയോജനമുണ്ട്. ചില പ്രത്യേക അവസരങ്ങളിലൊക്കെ രക്ഷപ്പെടാനായിട്ട് ഇതുപകരിക്കും. ഈ കുരിശിടുന്ന ഒരു ഒരു സ്റ്റൈലിനാണെന്ന് ചിലർ വിചാരിക്കും. ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള പല അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇനി ആരെന്തു വിചാരിച്ചാലും എനിക്ക് അനുഗ്രഹിച്ച് ആശീർവദിച്ചു തന്ന ഈ കുരിശ് ഞാൻ എപ്പോഴും കഴുത്തലിടുമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് എവിടെ പോയാലും ഇത് ധരിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ബലിയർപ്പണ സമയത്ത് അടുക്കി വെച്ച വിറകും വടിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയപ്പോഴുമെല്ലാം അത് കുരിശിനെ ദൃഷ്ടാന്തപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഒരു സ്വാഭാവിക മരണം സ്വീകരിക്കണമെന്നല്ലായിരുന്നു എഫേസസ് 1:4 ഇതാ ക്രിസ്തുവിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായി തീരുവാൻ, സ്നേഹത്തിൽ ഒന്നായി തീരുവാൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം ഈ പദ്ധതി ക്രമീകരിച്ച് കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു കട്ടിലേ കടന്ന് മരിക്കണമെന്നല്ലായിരുന്നു അവിടെ നിശ്ചയിച്ചത്. അതുകൊണ്ടാണ് കാലഘട്ടങ്ങൾക്ക് മുമ്പേ തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുരിശിനെ സ്വീകരിക്കുന്നവർ ക്രിസ്തുവിൻ്റെ ആ സ്നേഹം, മനോഭാവം അവനെ അതിലേക്ക് നയിച്ചതുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ മനോഭാവത്തെ തന്നെ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാകുന്നവരാണ്. ഇതൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ നമ്മുടെ അപ്പനെയോ വല്യപ്പനെയോ നമുക്ക് അവരോട് വലിയ സ്നേഹമാണ്, അവരെ അത്രമാത്രം ആദരിക്കുന്നുണ്ട്, നല്ല ഒരു സ്നേഹത്തിൻ്റെ ബന്ധത്തിലായിരുന്നെങ്കിൽ ആ അപ്പൻ ഇരുന്ന കസേരയും ആ അപ്പൻ ഉപയോഗിച്ച വടിയും, അല്ല വല്യപ്പൻ ഉപയോഗിച്ച വടിയും ഒക്കെ നമുക്ക് പ്രിയപ്പെട്ടതാണ്. നമ്മൾ അത് കണ്ടു കഴിയുമ്പോൾ അപ്പനെക്കുറിച്ചുള്ള സ്മരണയാൽ നിറയും. അപ്പന് ഏറ്റവും പ്രിയപ്പെട്ട വസ്ത്രവും ഒക്കെ നമുക്കും പ്രിയപ്പെട്ടതായിത്തീരും, സ്നേഹമുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ എടുത്ത് കത്തിച്ച് ദൂരോട്ട് കളയും. ഇതാണ് സംഭവിക്കുന്നത്. ഒരിക്കൽ ഞാനൊരു കടയിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ച ഇതാണ്. ഒരു ക്രിസ്ത്യാനിയുടെ കടയാണ്, വലിയൊരു കടയാണ്. ആ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കസേര അവിടെ നല്ല തുണിയൊക്കെ വിരിച്ച് വൃത്തിയായിട്ടിട്ടിരിക്കുന്നു. ആ കസേരയിൽ ആരും ഇരിക്കുന്നില്ല. അതിൻ്റെ അപ്പുറയുള്ള കസേരയിലാണ് അവിടുത്തെ ഓണർ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ തിരക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അപ്പനോട് ഭയങ്കര ബഹുമാനമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് അപ്പൻ്റെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഒരു പട്ടണത്തിൻ്റെ നടുവിൽ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥാപനം ഉയർന്നു വരുവാനായിട്ടിടയായിത്തീർന്നു. നാട്ടുകാരോടൊക്കെ നല്ല സമീപനം, എല്ലാവർക്കും ആദരണീയൻ. അതുകൊണ്ട് തന്നെ മകൻ അപ്പനോട് ഭയങ്കര സ്നേഹമാണ്. അപ്പൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം
ആ കടയിൽ അപ്പനിരുന്ന സ്ഥാനം അത് വളരെ ആദരവായിട്ട് തന്നെ അവിടെ അങ്ങനെ തന്നെ സൂക്ഷിക്കുന്നു. ആ കസേരയിൽ അദ്ദേഹം കയറിയിരിക്കത്തില്ല. അപ്പോൾ ഒരു മനുഷ്യൻ സ്നേഹിച്ചാൽ അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കളോട് ഇത്രയും ആദരവ് കാണിക്കുമെങ്കിൽ അഖിലാണ്ടം മുഴുവൻ സൃഷ്ടിച്ചവൻ സ്നേഹത്തിൻ്റെ മൂർധന്യതയിൽ പിടഞ്ഞ കുരിശിനോട് അവനെ സ്നേഹിക്കുന്നവൻ എത്രമാത്രം ആദരവ് കാണും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പേ പറഞ്ഞു വന്നത്, അടയാളങ്ങൾ പലപ്പോഴും പ്രയോജനകരമായി തീരുന്നു. രക്ഷയുടെ അടയാളങ്ങളുമുണ്ട്, ശിക്ഷയുടെ അടയാളങ്ങളുമുണ്ട്. അടയാളങ്ങളെക്കുറിച്ച് വചനം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കായൻ സഹോദരനെ കൊന്നു കഴിഞ്ഞപ്പോൾ ആകപ്പാടെ ഭയന്ന കായനെ ആരും ഉപദ്രവിക്കാതിരിക്കാനായിട്ട് അവൻ്റെ മേൽ ദൈവം ഒരടയാളം വെക്കുന്നു. ഉൽപ്പത്തി 4-ാം അധ്യായം 15-ാമത്തെ വചനത്തിലാണ്. പിന്നീട് മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് അടയാളങ്ങൾ, ചില അടയാളങ്ങൾ കൊണ്ട് രക്ഷപ്പെട്ട സമൂഹങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. ഇസ്രായേൽ ജനം ഇപ്പോൾ നമ്മൾ ഈ പെസഹായിലേക്ക് കടന്നു പോകുന്നു. ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിക്കാൻ വേണ്ടി സർവശക്തനായ ദൈവം പ്രവർത്തിച്ച അവസാനത്തെ അത്ഭുതത്തിൽ സംഹാരദൂതൻ കടന്നുവന്ന് ഈജിപ്തിലെ ഓരോ കടിഞ്ഞൂലിനെയും ഇല്ലാതാക്കുമ്പോൾ ഇസ്രായേൽ ജനം രക്ഷ പ്രാപിച്ചത് അടയാളം മൂലമാണ്. ഏതടയാളമാണ്? പെസഹ ആചരിച്ച് കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തമെടുത്ത് കട്ടിളപ്പടിയിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച്, അതായത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ, ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ 2 കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. ഇതുകൊണ്ട് തന്നെയാണ് വചനാടിസ്ഥാനത്തിലാണ് പുരോഹിതന്മാർ വീട് കൂദാശ ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, കട്ടിളപ്പടിയുടെ മുകളിലെ കുറുമ്പടിയിലും സൈഡ് വശങ്ങളിലുള്ള 2 കാലുകളിലും കുരിശ് വരയ്ക്കും. അടിപ്പടിയിൽ ആരും കുരിശ് വരയ്ക്കാറില്ല. ഈ സഭയിൽ ചെയ്യുന്ന ഓരോ കാര്യവും വചനാടിസ്ഥാനത്തിലാണ്. വാഴ്ത്തിയ വെള്ളം തളിക്കുന്നതും കട്ടിളപ്പടിയിൽ കുരിശ് വരയ്ക്കുന്നതും വചനാടിസ്ഥാനത്തിലാണ്. ഈ അടയാളം, കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ അടയാളം കണ്ട സംഹാരദൂതൻ പിന്മാറി. അപ്പം അടയാളത്തിന് പ്രത്യേകതയുണ്ട്. കുരിശിൻ്റെ അടയാളം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിശ്വാസികൾക്കൊന്നും തോന്നുകയില്ലേലും പിശാചിൻ്റെ ശക്തിയെ ധരിച്ചിരിക്കുന്നവന്, അല്ലെ ആ ശക്തിയാൽ നിയന്ത്രിക്കപ്പെടുന്നവന് കൃത്യമായി മനസ്സിലാവും ഈ അടയാളം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അടയാളങ്ങൾ പ്രയോജനകരങ്ങളാണ്. നമ്മളും ചിന്തിക്കണം, ഈ സംഹാരദൂതൻ വന്നിട്ട് കട്ടിളപ്പടിമേൽ കണ്ട അടയാള നിമിത്തം എന്തുകൊണ്ടാണ് അദ്ദേഹം പിന്മാറിപ്പോയത്? സംഹാരദൂതൻ ഭാവിയിൽ നടക്കാനിരിക്കുന്ന ദൈവകുഞ്ഞാടിൻ്റെ ബലിയർപ്പണത്തെ തുടർന്ന് പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യൻ്റെ വിമോചനത്തിനായിട്ട് അവിടുന്ന് ഒഴുക്കുന്ന ആ രക്തത്തെ, ഈ കുഞ്ഞാടിൻ്റെ രക്തം ദൃഷ്ടാന്തപ്പെടുത്തിയത് കൊണ്ട് സംഹാരദൂതൻ ഈ കാര്യം മനസ്സിലായി.
അതുകൊണ്ട് തന്നെ ആ അടയാളം കണ്ടു കഴിഞ്ഞപ്പോൾ സംഹാരദൂതൻ ഭയന്ന് പിന്മാറി. ഇതുപോലെ അടയാളങ്ങൾ കൊണ്ട് രക്ഷപ്പെട്ടവരുണ്ട്. നോട്ടം കൊണ്ട് നശിച്ചുപോയവരുമുണ്ട്, നോട്ടം കൊണ്ട് രക്ഷപ്പെട്ടവരുമുണ്ട്. നമ്മൾ വചനം പഠിക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പം മഹാമാരി വന്നു കഴിഞ്ഞപ്പോൾ വടിയിൽ ഉയർത്തി നിർത്തിയ പിച്ചള സർപ്പത്തെ നോക്കിയവർ രക്ഷപ്രാപിച്ചു. എന്നാൽ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലൂടെ അലസതയോടെ ഉലാത്തിയ ദാവീദ് ആസക്തിയോടെ താഴെ കുളിക്കടവിലേക്ക് നോക്കിയപ്പോൾ ആ നോട്ടം അദ്ദേഹത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു. അതുകൊണ്ട് ചില അടയാളങ്ങളെ നോക്കുന്നതിലൂടെ ചില രക്ഷ പ്രാപിക്കും. എന്നാൽ ചില കാര്യങ്ങളെ നോക്കുന്നതിലൂടെ ചിലർ പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് നീങ്ങും. അതാണിന്ന് നോട്ടത്തിലൂടെ അനേകര് കുരിശിൽ നിന്ന് അകന്നു പോകുന്നു, സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നു, ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നു. മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ അതിലേറ്റവും ശക്തമായത് കണ്ണാണ്. ഏറ്റവും കൂടുതൽ അറിവുകൾ മനുഷ്യ മനസ്സിലേക്ക് കടന്നു ചെല്ലുന്നത് കണ്ണിലൂടെയാണ്. 83% അറിവും കണ്ണുകളിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു, മനസ്സിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ തിന്മപ്പെട്ട കാര്യങ്ങളെ ഇന്ന് മൊബൈലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ്റെ മനസ്സ് മുഴുവൻ തിന്മ കൊണ്ട് നിറയുന്നു. അവൻ അതിൻ്റെ അടിമയായിട്ട് മാറുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നോട്ടം കൊണ്ട് ഒരു ചിത്രത്തെ നോക്കിയത് കൊണ്ട് പാപത്തിൻ്റെ അടിമത്തത്തിലായിപ്പോയ വ്യക്തിയെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. എസെക്കിയേൽ 23, 14, 15 വചനത്തിൽ ക്രിസ്തുവിലേക്ക് നോക്കിയവർ രക്ഷ പ്രാപിച്ചു. സങ്കീർത്തനം 34, 5 വചനത്തിൽ അവനെ നോക്കിയവർ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചില്ല. ഇനി ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അമ്മമാര് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന അവസരങ്ങളിൽ, അതായത് ഗർഭം ധരിച്ചിരിക്കുന്ന അവസരങ്ങളിൽ അവർ നോക്കുന്ന, അവരുടെ കണ്ണിൽ പതിക്കുന്ന ചിത്രങ്ങളും അവരുടെ കാതിലൂടെ മനസ്സിലേക്ക് കയറുന്ന സ്വരങ്ങളും അതെല്ലാം കുഞ്ഞിനെ ബാധിക്കുന്നു. അതുകൊണ്ട് ചില പ്രത്യേക ചിത്രങ്ങളിൽ നോക്കിയിരുന്ന, അല്ലെ നോക്കാനുള്ള പ്രേരണ നൽകി അതിനുള്ള സാഹചര്യം ക്രമീകരിക്കപ്പെട്ട് അങ്ങനെയുള്ള ഗർഭാവസ്ഥയിലുള്ളവർ കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ അവർ കണ്ട ചിത്രം ആ കുഞ്ഞിനെ വളരെ കാര്യമായിട്ട് ബാധിച്ചതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാനീ പറഞ്ഞു വരുന്നത്, കുരിശിനെ നമ്മൾ നോക്കുമ്പോൾ, കുരിശിനെ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം, കുരിശിൽ പിടഞ്ഞ ബലിയർപ്പിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തിയാണ് നമ്മളിലേക്ക് പ്രവഹിക്കുന്നത്. എന്നാൽ ഒരു തിന്മപ്പെട്ട ഒരു ചിത്രത്തെയോ മറ്റേതെങ്കിലും ഒരു അടയാളത്തെയോ നമ്മൾ നോക്കുമ്പോൾ ആ അടയാളത്തിന് നമ്മളെ മലിനതയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇന്ന് പിശാചിനെ ആരാധിക്കുന്നവർ പോലും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിലും വസ്തുക്കളിലും വാഹനങ്ങളിലും ഒക്കെ അവരുടെ അടയാളങ്ങൾ നമ്മൾ മനസ്സിലാക്കാതിരിക്കത്തക്ക വിധം അവർ പതിച്ചു വെക്കും. അങ്ങനെ അടയാളങ്ങൾ പതിച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇത് ശരിക്കും ആത്മീയമായിട്ട്, അതായത് കാണപ്പെടാനാവാത്ത ചില യാഥാർത്ഥ്യങ്ങളെ വിശ്വാസ കണ്ണാൽ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള സത്യങ്ങൾ തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. ഇത് വെറുതെ വാക്കുകളിലൂടെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമല്ല.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ നമുക്ക് ലഭിച്ച നേട്ടം എന്താണ്? പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവൻ നമ്മളെ വീണ്ടെടുത്തു. യേശുക്രിസ്തുവിൻ്റെ രക്തം മൂലം നമുക്ക് കൈവന്നിരിക്കുന്ന നന്മകളും ദാനങ്ങളും ഈ പീഡാനുഭവ സ്മരണയിലൂടെ പോകുമ്പോൾ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ഉദാഹരണമായിട്ട് 10ാം ക്ലാസ് വരെ പഠിച്ചു, പരീക്ഷ വന്നപ്പോൾ തോറ്റുപോയി, മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയില്ല എന്ന് പറഞ്ഞ പോലെ ആയിത്തീരും. നമ്മൾ ഒരുപാട് നോമ്പ് നോറ്റു, ഒരുപാട് പ്രാവശ്യം കുമ്പിട്ടു, പിന്നെ കഷ്ടാനുവാഴ്ചയിലൂടെ കടന്നുപോയി, ഒത്തിരി പ്രസംഗം കേട്ടു, പാട്ടുപാടി, പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിനെ ക്രിസ്തുവിൻ്റെ മനസ്സിനോട് ചേർത്ത് വെക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കണം. 1 പത്രോസ് 4-ാം അധ്യായം 1 തൊട്ടുള്ള വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്: ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയോടൊപ്പം സഹനവും നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പലപ്പോഴും ആദരവോടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, കുമ്പിട്ട് ദൈവത്തെ ആരാധിക്കുന്നു. പ്രത്യേകിച്ച് നോമ്പ് കാലഘട്ടങ്ങളിൽ 40 പ്രാവശ്യം കുമ്പിടിയിൽ പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. കഷ്ടാനുഭവ ആഴ്ചയിലെ ദിവസങ്ങളിൽ വായിക്കുന്ന സദറാകൾ വായിക്കുമ്പോൾ ആ സമയത്ത് അത് ധ്യാനിച്ചുകൊണ്ട് കുമ്പിട്ട് ദൈവത്തെ ആരാധിക്കുന്നു. ഇത് പിതാക്കന്മാർ കാണിച്ചു തന്ന മാതൃകയാണ്. പഴയ നിയമ കാലഘട്ടം മുതൽ ദൈവം തിരഞ്ഞെടുത്ത ദൈവശക്തി തിരിച്ചറിഞ്ഞവരായ വിശുദ്ധരായ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയാണ്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ അബ്രഹാം ദൈവസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ 33:10 ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കാനായിട്ട് ഇതാ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ, സമാഗമ കൂടാരത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിക്കുന്നു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 45 തൊട്ട് 47 വരെയുള്ള വചനത്തിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച ദൈവത്തിന് മുമ്പിൽ പെസഹ ആചരിച്ച് ആ ദേശത്ത് നിന്ന് പുറപ്പെട്ട ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിക്കുന്നു. ചില പ്രത്യേക പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സഹായം തേടാനായിട്ട് ദൈവസന്നിധിയിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ സാഷ്ടാംഗം പ്രണമിച്ചു പ്രാർത്ഥിക്കുന്നു. മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുമ്പിട്ട് സാഷ്ടാംഗം പ്രണമിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. പുറപ്പാട് 34:8. ഇനി യോശുവയുടെ കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ യോശുവ ദൈവസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. എപ്പോഴാണ്? ആയി പട്ടണം പിടിച്ചടക്കാൻ പോയി കഴിഞ്ഞപ്പോൾ പരാജയം സംഭവിച്ചു. പരാജയം തിരിച്ചറിഞ്ഞ യോശുവ തൻ്റെ കൂടെയുള്ള ജനം കുറച്ചു പേര് വധിക്കപ്പെട്ടു എന്ന് മനസ്സിലായ യോശുവ ദൈവസന്നിധിയിൽ സാഷ്ടാംഗം വീണ് കിടക്കുന്നു. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ, 2 ബുക്കന്മാർ 3-ാം അധ്യായം 1 തൊട്ട് വായിച്ചു വരുമ്പോൾ ജെറുസലേം ദേവാലയ ഭണ്ഡാരത്തിൽ പണം കുമിഞ്ഞുകൂടുന്നുവെന്ന് ആ ദേശത്തെ രാജാവിനെ തെറ്റായി ധരിപ്പിച്ച് ഒരു സൈന്യാധിപനെ, ഹെലിയോദോറോസ് എന്ന് പറയുന്ന സൈന്യാധിപനെ ആ ദേശത്തേക്ക് അയക്കുന്ന അവസരത്തിൽ നീതിമാനായ ഒരു പുരോഹിതനുണ്ടായിരുന്നു, ഓനിയാസ്. അദ്ദേഹം ഇതാ വളരെ സങ്കടഭാരത്തോടെ
ഈ ജനം നിക്ഷേപിച്ചിരിക്കുന്ന പണം നഷ്ടമാക്കി കളയല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഇങ്ങോട്ട് മുമ്പോട്ട് വായിച്ചു വന്നു കഴിഞ്ഞാൽ ദൈവാലയം പണിയുമ്പോഴും ദൈവാലയ നിർമ്മാണത്തിനുള്ള സാധന സാമഗ്രികൾ സമൃദ്ധമായി ലഭിച്ചപ്പോഴും ഒക്കെ 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൽ ഇതാ ദൈവജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിക്കുന്നു. ദൈവത്തിൻ്റെ നിയമം അവർ വാക്യം പ്രതിവാക്യമായി ഏറ്റുചൊല്ലി ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ആരാധന ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്, പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഉപവാസം, സഹനം എന്നിവ ചേർന്ന് നിൽക്കുമ്പോൾ അതിന് മൂല്യം കൂടുതലാണ്. ഈ ക്രൂശിൽ നിന്ന് രക്ഷയിലേക്ക് നയിക്കുന്ന കുരിശിൻ്റെ വചനത്തിൽ നമ്മളെ അകറ്റുന്നത് എന്തൊക്കെയാണ്? നമ്മൾ ഇത്രയും നാളും ഈ പ്രാർത്ഥനയിലൂടെ ഈ ധ്യാനാനുഭവങ്ങളിലൊക്കെ കടന്നുപോയിട്ട് നമുക്ക് ഈ ക്രൂശീകരണത്തിലൂടെ അതിനുശേഷം ക്രിസ്തുവിനെ അതിൽ നിന്ന് ഉയർപ്പിച്ച ആ അപരിമേയ ശക്തി സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടോ? അതിൽ നയിക്കപ്പെടുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പരിശോധിക്കുക. റോമാലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർപ്പിച്ച് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുത്തിയ ആ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഈ ഭൗമിക ജീവിതത്തിൽ ദൈവവിളിയോട് ചേർന്ന് നമ്മൾ സ്വീകരിക്കുന്ന കുരിശിൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മളെയും ഉയർപ്പിക്കുകയും നിത്യജീവനിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് അവിടെ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുകയാണ്. അതുകൊണ്ട് ഈ കുരിശിൻ്റെ വചനം രക്ഷയിലൂടെ ചരിക്കുന്നവർക്ക് ദൈവശക്തിയാണ്. ആ ശക്തിയെ ധരിക്കുവാനായിട്ട് നമുക്കിടയായി തീരണം. നോമ്പിൻ്റെ ദിനങ്ങൾ കഴിയുമ്പോൾ പഴയ അവസ്ഥയിലേക്ക് വീണു പോകുന്നവർ അനേകരാണ്. കാരണം കിട്ടിയ ചൈതന്യത്തെക്കാളൊക്കെ ഉപരിയായിട്ട് അവർ സ്നേഹിക്കുന്നത് ലോകത്തെയാണ്. ലോകത്തോടുള്ള മൈത്രി ക്രൂശിൽ നിന്ന് നമ്മളെ അകറ്റുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുക. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാനായിട്ട് ഇടയായി തീർന്നത് അവനോടുള്ള അസൂയയാണ്. നമ്മളിൽ പലരോടും അസൂയ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും വലിയ വെറുപ്പിലേക്കും പിന്നീട് നശീകരണത്തിലേക്കും കൊലപാതകത്തിലേക്കും നമ്മളെ നയിക്കുന്നു നമ്മൾ തിരിച്ചറിയുക. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ അവിടെ പീലാത്തോസ് പറയുകയാണ്, യേശു ക്രിസ്തുവിനെ അവരെ ഏൽപ്പിച്ചു കൊടുത്തത് അസൂയ നിമിത്തമാണ്. അസൂയ കൊലപാതകത്തിലേക്ക് നയിക്കുന്നു. അസൂയ ഉള്ളിലുള്ളവർ കുരിശിനെ തിരസ്കരിക്കുന്നു. അപ്പം ലോകമൈത്രി, അസൂയ, ഇത് രണ്ടും ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. ലോകത്തോടുള്ള മൈത്രിയുള്ളവരിൽ അവർ ആഗ്രഹിക്കുന്നത് പലതും നേടിയെടുക്കാതെ വരുമ്പോൾ, അത് മറ്റുള്ളവർ സ്വന്തമാക്കുമ്പോൾ തീർച്ചയായിട്ടും അവരോട് അസൂയ ഉണ്ടാകും. അപ്പോൾ കുരിശിൽ നിന്ന് അകറ്റുന്ന 2 കാര്യമാണ് ലോകമൈത്രിയും അസൂയയും. 3-ാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സത്യത്തോട് വിധേയത്വം പുലർത്താൻ കഴിയാതിരിക്കുക എന്നുള്ളത്. 2 കൊരിന്ത്യർ 13:8 ആ വചനത്തിൽ പറയുകയാണ്, സത്യത്തിന് വേണ്ടിയല്ലാതെ സത്യത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റുകയില്ല. അപ്പോസ്തലന്മാർ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വചനം സത്യമാണ്. സത്യത്തെ അംഗീകരിക്കാത്തവർക്ക് അതങ്ങനെയുള്ള അനുഭവങ്ങൾ ഈ വേദപുസ്തകത്തിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതായത് യേശു ക്രിസ്തു ഈ നോമ്പിൻ്റെ നാളുകളിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും ഓരോ ആഴ്ച നമ്മൾ ധ്യാനിക്കുന്നു. ഇതിലൂടെ എല്ലാം കർത്താവ് ആഗ്രഹിക്കുന്നത് തന്നിൽ കാണപ്പെടാതിരിക്കുന്ന മനുഷ്യൻ എന്നതിലുപരി തന്നിലുള്ള ദൈവത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ മുഴുവൻ മേലും, ജീവന്റെ മേലും മരണത്തിന്മേലും കാറ്റിന്മേലും കടലിന്മേലും എല്ലാറ്റിൻ്റെ മേലും തനിക്കുള്ള അധികാരം ദൈവം വെളിപ്പെടുത്തുകയാണ്. പാപം മോചിക്കാൻ തനിക്ക് അധികാരമുണ്ട്. തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പാപം മോചിച്ചതിൻ്റെ അടയാളം അവരുടെ കൺമുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ട്
തന്നിൽ മറഞ്ഞിരിക്കുന്ന ദൈവശക്തിയെ, ദൈവത്വത്തെ യേശുക്രിസ്തു വെളിപ്പെടുത്തുമ്പോൾ ഈ അത്ഭുതങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും പലതവണ കേട്ടിട്ടും യേശുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നവൻ ക്രൂശിനെ തിരസ്കരിക്കുന്നു, ക്രൂശിനോട് യുദ്ധം ചെയ്യുന്നവനായി മാറുന്നു. അപ്പൊ സത്യത്തിന് വിധേയപ്പെടണം. യേശുക്രിസ്തു മരിച്ച ലാസറിനെ ഉയർപ്പിച്ചിട്ട് അവരുടെ കൺമുമ്പിൽ വെച്ച് 4 ദിവസമായി ചീഞ്ഞളിഞ്ഞ ആ ലാസറിനെ അവനെ എങ്ങനെ അങ്ങോട്ട് വെച്ചോ അതുപോലെ തന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവനെ മൂടിക്കെട്ടിയിരുന്ന തുണി അഴിച്ച് അവനെ ജീവിപ്പിച്ച് അവരുടെ കൺമുമ്പിൽ കാണിച്ചിട്ടും അവർ വിശ്വസിച്ചില്ല. അവർ ആഗ്രഹിച്ചത് ആ ലാസറിനെ കണ്ട ആരും ക്രിസ്തുവിൽ വിശ്വസിക്കരുത്, ക്രിസ്തുവിനെ അനുഗമിക്കരുത്, അവനെ നശിപ്പിക്കണം. യോഹന്നാൻ 12:10 വചനത്തിൽ. അതുകൊണ്ട് യാഥാർത്ഥ്യത്തോട് യുദ്ധം ചെയ്യുന്നവന് പരിശുദ്ധാത്മാവിലൂടെ ദൈവം വർഷിക്കുന്ന അടയാളങ്ങളോട് ഈ മാനുഷിക ബുദ്ധി കൊണ്ട് യുദ്ധം ചെയ്യുന്നവന് ഒരിക്കലും ക്രൂശിനോട് സഹകരിച്ച് മുന്നേറുവാനായിട്ട് പറ്റുകയില്ല, ക്രൂശിനെ സ്വീകരിക്കാനായിട്ട് പറ്റുകയില്ല. അവർ ചുമ്മാ പാട്ട് പാടിയിട്ട് കാര്യമൊന്നുമില്ല. നീട്ടിപ്പാടിയിട്ടും 4 കുമ്പിട്ടിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ സാവധാനം ചിന്തിക്കുക. അനേകം പീഡാനുഭവ വാരങ്ങളിലൂടെ നാം കടന്നു പോയിട്ടുണ്ട്. അനേകം പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെന്ന്. പ്രസംഗങ്ങൾക്ക് യാതൊരു കുറവുമില്ല, ധ്യാനങ്ങൾക്ക് കുറവുമില്ല. അവനവൻ്റെ കട്ടിലേക്ക് കിടന്നുകൊണ്ട് ധ്യാനിക്കാം, ഇരുന്നുകൊണ്ട് ധ്യാനിക്കാം, എവിടെ ഇരുന്ന് വേണേലും ധ്യാനിക്കാവുന്ന പരുവത്തിൽ ഇന്ന് നമ്മുടെ പോക്കറ്റിൽ മൊബൈലുണ്ട്. 4 കുത്തിക്കഴിഞ്ഞാൽ സാധനം ചാടി വരും, ധ്യാനം. അത് കണ്ടങ്ങ് ധ്യാനിക്കാം, ധ്യാനത്തിനൊരു കുറവുമില്ല. പക്ഷേ കേട്ട വചനങ്ങൾ വിശ്വസിക്കുകയും അത് ശക്തിയായി, കുരിശിൻ്റെ വചനം ശക്തിയായി മാറുകയും ചെയ്യുന്നത് ആരിലാണ്? അവരാണ് ക്രൂശിതനോടൊപ്പം യാത്ര ചെയ്യുന്നത്. നമ്മുടെ ഈ ജീവിതയാത്ര ക്രൂശിതനോടൊപ്പമോ അതോ ക്രൂശിച്ചവരോടൊപ്പമോ? നമ്മൾ ആഴത്തിൽ പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തെ വചനാടിസ്ഥാനത്തിൽ ആഴത്തിൽ പരിശോധിക്കാൻ ഈ 1 മണിക്കൂർ പോരാ. നമ്മൾ കുരിശിനെ കുറിച്ച് മാത്രം ചില കാര്യങ്ങളാണ് കേട്ടത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആഴമായ ധ്യാനം നടക്കട്ടെ. ക്രൂശിതനിൽ നിന്ന് നമ്മളെ അകറ്റുന്ന നമ്മുടെ മനോഭാവങ്ങൾ, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവത്തിൽ നമ്മളെ അകറ്റുന്ന മനോഭാവങ്ങൾ നമ്മൾ നീങ്ങിപ്പോകട്ടെ. ഈ ജീവിതത്തിൽ ദൈവവിളിയോട് ചേർന്ന് അതിൽ കൂടുതൽ പേരും നയിക്കുന്ന, സ്വീകരിച്ചിരിക്കുന്ന ദൈവവിളി കുടുംബജീവിതമാണ്. ആ ദൈവവിളിയോട് വിശ്വസ്തത പുലർത്തുവാൻ നമുക്ക് ദൈവം നൽകുന്ന കൊച്ചു കൊച്ചു കുരിശുകൾ സ്വീകരിക്കാൻ കഴിയാതെ നാം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം ആത്മീയ വളർച്ചയ്ക്കായിട്ട് ചില പ്രത്യേക സഹനത്തിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കുന്നവരാണ്. അവർ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കും, കുരിശിൻ്റെ വഴി നടത്തും. പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം വേറെയാണ്. അവരെ ഏൽപ്പിച്ചവരിൽ നിന്ന് ക്ഷമിക്കുവാനും സഹിക്കുവാനും സ്നേഹം പങ്കുവെക്കുവാനും തക്കവണ്ണം, ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാൻ തക്കവണ്ണം ചില കുരിശ് സ്വീകരണത്തിൻ്റെ അവസ്ഥകൾ വരുമ്പോൾ, അവരുടെ താല്പര്യങ്ങൾ ക്രൂശിക്കപ്പെടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അവർ പിന്മാറും, പഴയ മനുഷ്യൻ്റെ സ്വഭാവം കാണിക്കും. അപ്പം എനിക്കിഷ്ടമുള്ള രീതിയിൽ കുറേ പ്രാർത്ഥന സ്വീകരിച്ചിട്ട് കാര്യമില്ല. മറിച്ച് ദൈവവിളിയോട് ചേർന്ന് കുടുംബജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ദൈവം നൽകുന്ന കുരിശുകൾ സ്വീകരിക്കാൻ തയ്യാറാകണം. സഹനത്തോടുള്ള വിരക്തി ക്രൂശിൽ നിന്ന് നമ്മളെ അകറ്റും. പത്രോസ്ലീഹായ്ക്ക് പറ്റിയത് അതാണ്. വലിയ വെളിപ്പെടുത്തൽ നടത്തിയിട്ട് അതിനുശേഷം തന്നെ അദ്ദേഹം പറയുകയാണ്, യേശു ദൈവപുത്രൻ എന്നുള്ള സ്വർഗത്തിൽ നിന്നുള്ള വെളിപ്പെടുത്തൽ അത് നടത്തിയതിന് ശേഷം ക്രിസ്തുവിൻ്റെ ഈ പീഡാസഹനത്തെക്കുറിച്ച് ക്രിസ്തു പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ്ലീഹ പറയാണ്, ഇത് നിനക്കൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. അന്ന് തൊട്ട് സഹനത്തോടുള്ള ഒരു വിരക്തി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. തൻ്റെ ഗുരുവിന് ഒറ്റിക്കൊടുത്തവൻ്റെ പാദം പോലും കഴുകി ചുംബിച്ച് രക്ഷിക്കാൻ വേണ്ടി ജീവൻ നൽകിയ, സ്നേഹിക്കുന്നവന് വേണ്ടി ജീവൻ നൽകിയ തൻ്റെ ഗുരുവിനോടൊപ്പം ഒറ്റിക്കൊടുത്തവൻ്റെ പാദം കൂടി കഴുകി ചുംബിച്ച് സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുക എന്ന് പറഞ്ഞ് അത്രമാത്രം സ്നേഹിച്ച തൻ്റെ ഗുരുവിന്
അവൻ പിടിക്കപ്പെട്ടപ്പോൾ സാക്ഷ്യം നൽകേണ്ട നിർണായക നിമിഷത്തിൽ ആ ഗുരുവിനെ തള്ളിപ്പറയുവാൻ തക്കവണ്ണം കാരണമായി തരുന്നത് പണ്ടേ ഉള്ളിൽ കിടന്ന സഹനത്തോടുള്ള വിരക്തിയാണ്. അതുകൊണ്ട് പത്രോസ്ലീഹായ്ക്ക് നിർണായക നിമിഷത്തിൽ സാക്ഷ്യം നൽകുവാനായിട്ട് കഴിഞ്ഞില്ല. അദ്ദേഹം പിന്നെയും പശ്ചാത്തപിച്ചതുകൊണ്ട് രക്ഷ പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സും മടി, അലസത, പെരുമാറ്റം ഇതെല്ലാം നിറഞ്ഞതാണ്. സഹനത്തോടുള്ള വിരക്തി നമ്മളിൽ നിലനിൽക്കുന്നു. പലപ്പോഴും നമ്മുടെ ഭവനങ്ങളിൽ പോലും ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ജീവന്റെ കൽപ്പനകൾക്ക് സാക്ഷ്യം നൽകാൻ ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. മക്കളുടെ മുമ്പിൽ, ബന്ധുജനങ്ങളുടെ മുമ്പിൽ, അയൽവക്കക്കാരുടെ മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ, സഭയുടെ മുമ്പിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി, കുരിശിൻ്റെ സാക്ഷികളായി നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അപ്പോൾ ഈ അവസാന സമയത്ത് കുരിശിൽ നിന്ന് നമ്മളെ അകറ്റിക്കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ കേട്ടു. ലോകമൈത്രി, അസൂയ, അതുപോലെ തന്നെ സത്യത്തിന് സാക്ഷ്യം നൽകാൻ കഴിയാത്ത അവസ്ഥ, യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുവാനാത്ത അവസ്ഥ, സഹനത്തോടുള്ള വിരക്തി, ഇതെല്ലാം നമ്മളെ ക്രൂശിൽ നിന്ന് അകറ്റുന്നു. ക്രൂശിനോടൊപ്പമോ ക്രൂശകളോടൊപ്പമോ നമ്മൾ സാവധാനം ചിന്തിക്കുക, നല്ല തീരുമാനങ്ങൾ എടുക്കുക. ഈ നാളുകളിൽ നാം നടത്തുന്ന പ്രാർത്ഥനകളും സമർപ്പണങ്ങളും ബലികളും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പീഡനമേറ്റ മനോഭാവം ആയുധമാക്കിക്കൊണ്ട് വലിയ സാക്ഷ്യം നൽകുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. ഒരു നിമിഷം ഞങ്ങളോട് പ്രാർത്ഥിക്കാം. കാരണവനായ കർത്താവേ, എന്നിലുള്ള എല്ലാ കപടതയും എടുത്തു മാറ്റണം. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുവാൻ കൃപ നൽകണമേ. കുരിശിൽ കണ്ട ആ സ്നേഹത്തെ മുഖം പിടിക്കുവാൻ, കുരിശ് രക്ഷയുടെ ആയുധമായി ചേർത്ത് പിടിക്കുവാൻ, ഈ ക്രൂശീകരണത്തിലൂടെ അവിടെ നിന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള നന്മകളെ സ്വന്തമാക്കുവാൻ, നിത്യജീവന്റെ അവകാശങ്ങളായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. നൽകുന്ന എല്ലാ നന്മകളെയും ദാനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹയുടെ നാമത്തിൽ തന്നെ.